ഹലോ മല്ലൂസ് ബൈറ്റ് ബാൻഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഞാൻ നൗഫൽ പെരുമ്പാവൂർ. അപ്പോൾ ഇന്ന് വന്നേക്കണേ നമ്മുടെ ഒരു വാഹ ഇവിടെ നടക്കുന്ന നിലവിൽ നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ ഇന്ന് വന്നേക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയുടെ കീഴിൽ തന്നെയാണ്. പുഴ നല്ല ലൊക്കേഷൻ കണ്ടോ? വെള്ളം കയറി ഇറങ്ങിയതിന് ശേഷം നല്ല രസമായിട്ട് ഇറങ്ങുന്ന ലൊക്കേഷൻ അത്. അപ്പോൾ മിക്കവാറും ചേർ അല്ലെങ്കിൽ വാഹ ഉണ്ടാവും, അടിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ ചേറാണ് കൂടുതലും ചാൻസ്. വാഹ നടക്കണമെന്ന് എൻ്റെ അടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പണിയണ ട്രസ്സോണിക്ക് മുകളിൽ ബിൽഡിംഗ് വർക്ക് പണിയണ അവർ പറഞ്ഞു. അവിടുന്ന് മോളിൽ നിന്ന് ലൈവ് കാണാമെന്ന് പറഞ്ഞു. നല്ല വെട്ടമുള്ള സമയത്ത് ഈ അരികെ കയറി നടക്കണത് നല്ല വലിപ്പമുള്ള വാഹയാന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം, സന്ധ്യ വരെ കാസ്റ്റ് ചെയ്യാം. എന്തായാലും ലേറ്റാണ്, പണിയും കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ. 5:30 നോക്കട്ടെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഇന്നിപ്പോൾ കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ സ്ഥിരമുള്ള സാധനം നോയബി ചേറോൻ്റെ റോഡിന് ശേഷം കിട്ടിയേക്കണം. നല്ല പൊളി. ഇപ്പം ചേറോനാണ് നമ്മുടെ ഉള്ളിലിരുന്നത്. പക്ഷെ ഒരു കല്ലൻ സ്റ്റിക്കാണ്. അപ്പോൾ അത് കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം പിന്നെ എനിക്കൊരു മട്ടിപ്പ് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നൂല. അത് കഴിഞ്ഞിട്ട് കിട്ടിയതാണ് ഇത് നോയബിയുടെ റോഡ്. എന്നാ പൊളിയാന്ന് പറയുമോ! എന്തൊക്കെ സാധനങ്ങൾ ഞാൻ പിടിച്ച് വലിച്ച് കയറ്റിയാണ്. വഞ്ചിയുടെ അടിയിലേക്ക് അടിച്ച് താഴ്ത്തിക്കൊണ്ടും പോണ ഒരു അതൊക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് റീല് നമ്മുടെ CITയുടെ റീൽ തന്നെയാണ്. ഫ്രോഗ് കില്ലർ, ഫ്രൊഗിയുടെ കില്ലർ എന്ന് പറയും. 30 LB ലീഡർ ലൈനായിട്ട് തന്നെയാണ്. ബ്രൈഡ് ഷിമാനോ പവർ പ്രോയാണ് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അടിപൊളി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു സുഹൃത്തിട്ട് ഓടിക്കാൻ ചാൻസ് ഉണ്ട് ഈ അടി. ഇതിൽ ഇടയ്ക്ക് ഒരു പ്ലാൻ തോന്നുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് അടുത്ത്. ഇനിയിപ്പോൾ ഓണറെങ്ങാനും വന്നേക്കണെയാണെന്ന് പറഞ്ഞിട്ട് വല്ല ചായക്കടിയും കൊണ്ടും വന്നേക്കണെയാന്ന് പറഞ്ഞിട്ട് വേണ്ടി വന്നെയാണെന്ന് അറിയാൻ പാടില്ല. എന്നാലും ഷെയ്ത്താനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടത് ബാക്കിലേക്ക്. പാവട്ടാ, മണത്ത് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, കുത്തിപ്പോ മുമ്പിൽ തുമ്പി ആക്കി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി പോകണേട്ടാ. എൻ്റെ മേത്തേക്ക് അങ്ങനെ കയറി കഴിഞ്ഞാൽ പോടാ, എന്നെ ഇടങ്ങേറാക്കണെന്ന്. ഞാൻ ചൂണ്ടിടാൻ വന്നെങ്ങനെയാ മേത്തേക്ക് കയറല്ലേ? കാര്യം നീ ഉള്ളോളൂ, പക്ഷേ നിൻ്റെ ഒരു കുത്തിന് ഞാൻ പറഞ്ഞു പോകും. അനങ്ങാരി ബാക്കി കൂടെ വരാ. പേടിച്ച്. പുഴയുടെ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പുല്ല് കയറി ഇച്ചിരി പൊട്ടി കിടക്കണം. അവിടെ ചേറ് ഈ പുല്ലുമ്മേന്ന് ഒരു ചേറുണ്ടാവും, ബ്രാലും ഉണ്ടാവും അവിടെ. ചേറ് പുല്ലുമ്മേന്ന് എന്തെങ്കിലും ചാടാൻ വേണ്ടി ഇങ്ങനെ കാത്ത് കിടക്കണ്ടാവും. ഈ പുല്ലുമ്മേന്ന് ഈ പച്ചക്കുതിര, പുൽച്ചാടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, രണ്ടും തന്നെയാണ്. അപ്പോൾ ആ സാധനം ചാടാൻ വേണ്ടി ഇങ്ങനെ കാത്ത് കിടക്കണ്ടാവും. അപ്പോൾ ഒരുപാട് അടുത്തേക്ക് പോകാതെ, കര അവിടെയും വരെയും പോകാൻ പറ്റുമെങ്കിലും അടുത്തേക്ക് പോകാതെ നമ്മൾ ഇച്ചിരി ലോങ്ങിൽ നിന്ന് കാസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കാം. വള്ളിയുമ്പോൾ കയറുമ്പോൾ ചവിട്ടി പിടിച്ചേക്കാം. നീ കാല് മാറ്റേ. മെയിൻ സ്ഥലത്തേക്ക് പോയോ കേട്ടോ. എൻ്റെ ദീപണി ഉണ്ടല്ലോ, ഇതിലൊരു സ്ഥലങ്ങളുണ്ട്. അതൊരു സ്പോട്ടാണ്. പോട്ട് കയറി കിടന്നതാണോ? ഇതൊരു സ്പോട്ടാണ്, അവിടെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു റബ്ബാനി.
ഹലോ. അത് ചെയ്യ്. ഉവ്വ ഉവ്വ ഉവ്വ. ഞാൻ കുഴിയിൽ വീണേക്കാ. ഞാൻ ഇപ്പോൾ വിളിക്കാം. ഇല്ല കാല് തെറ്റി കിടക്കാം. ഞാൻ വിളിക്കാം. വേറെ കുഴപ്പമില്ല, ഞാൻ വിളിക്കാം. ഇല്ല കാല് തെറ്റി കിടക്കാം. ഞാൻ വിളിക്കാം. ആ ആ കോളായിരുന്നു. ഒരു രക്ഷയില്ല. എൻ്റെ കാല് കുഴിയിൽ ചെളിയിൽ വീണ് ആകെ പ്രശ്നത്തിലാണ്. നല്ലൊരു ചേറാണ്. വാഹ എന്ത് വാഹ സാധനം. എനിക്ക് പൊക്കാൻ പറ്റില്ല. എൻ്റെ കാലിൽ ലോക്കാണ്. ഇല്ല, കാലിൽ ലോക്ക് മീനുകൾ കിടക്കുന്നത്. എന്ത് ചെയ്യണം എന്ന് പൊക്കി കഴിഞ്ഞ് ചിലപ്പോൾ ചൂണ്ടോടിയും. ആ ഓക്കെ. മീനിനെ രക്ഷപ്പെടുത്തിയുണ്ട്. അല്ല, മീനിനെ കയറ്റിയുണ്ട്. എൻ്റെ പൊന്നടാ, കാലിൽ ഇത്രയും പൂണ്ട് നിൽക്കണ്ട. ഞാൻ പുഴയുടെ തീടാ. എൻ്റെ പൊന്നടാ, എങ്ങനെ വലിച്ചെടുക്കും? കൈ വാഹം ഒന്നും നോട്ടില്ല. നിങ്ങൾ കാണാൻ സാധനത്തിനെ സന്ധ്യ സമയത്ത് അടിച്ച സാധനത്തിന് എന്ത് സാധനം. കയറ്റിടാ, കയറ്റി അങ്ങനെ. എൻ്റെ കാലിൻ്റെ അവസ്ഥ, എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇതെന്താ? ഞാൻ കുഴപ്പമില്ല. ഞാൻ റീലേ കട്ടായി പോയതാ. സോറി. നല്ല വാഹനം. 3 kg എന്തായാലും കാണും. വാഹക്ക് എന്തായാലും ഈ ചുണ്ടി നല്ല കട്ടിയുള്ളതുകൊണ്ട് കുറച്ച് സ്ഥലത്തെ പിടിച്ചിട്ടുള്ളൂ. പൊക്കിയിട്ടപ്പം വീണാലും പോയാലും മതിയായിരുന്നു. നമുക്ക് എന്തോരം കാണണ്ട. നിങ്ങൾക്കിത് എന്തോരം കൊണ്ട് കാണണ്ടേ? പൂപ്പ സാധനമല്ലടാ. അടി ജില്ലാക്കിടിക്കാന പൊന്നിടോ. നല്ല വണ്ണം, അടിപൊളി സാധനം കേട്ടോ. വെട്ടമല്ലാതെ ഇത് വെട്ടം കുറഞ്ഞു പോയി. എനിക്ക് എൻ്റെ കൈയിൻ്റെ കൈപ്പത്തി മറവിലാണ് കേട്ടോ ഇതിൻ്റെ. എന്താ എന്നും നമ്മുടെ ഫിഷിംഗ് പോയിന്റിലെ നസീർ കളിയാക്കല. അതുപോലെ കടയിലേക്ക് വന്നെങ്കിലാണ് മീനിനെ പിടിച്ചിട്ട് നസീറിൻ്റെ പാവം എങ്ങനെയാ നോക്കും.
പറയാത്ത നീ അല്ല അവനിക്ക് അവൻ കണ്ണമ്പ്രാല് കിണ്ണമ്പ്രാല് എന്നൊക്കെ പറഞ്ഞു കളിയാക്കലുണ്ട്. വലുത് വന്നാലും എന്തിനും നല്ല പറയുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ചെക്ക് അതെ നമ്മളിപ്പോ അല്ല ഇതിനെ കാണുമ്പോഴെങ്കിലും നല്ല പറയട്ടെ എന്ന് പറഞ്ഞിട്ടാ. അറിയില്ല. അപ്പൊ ഞാന് മൂത്താപ്പാടെ വീട്ടിൽ വന്നേക്കാണ്. സാധനം നല്ല ഇരുട്ടുള്ള സമയത്താണ് അടിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വലിപ്പം എന്തോരാണെന്ന് കണ്ട എങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ദൈവം വെട്ടുള്ള സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ എടുത്താണ്. അതേപോലെ മൂത്താപ്പാക്ക് കൊടുക്കാൻ വേണ്ടി വന്ന എങ്ങനെയുണ്ടാവും. ഓക്കെ, കളറൊക്കെ മങ്ങിയുണ്ടാവും. അവിടെ കടവത്ത് കിടക്കണ്ട്. പിന്നെ അടിച്ചേട്ടാ പൊളി. നല്ല ലോഡുണ്ട് കേട്ടോ. അവിടെ പുല്ല് താഴ്ന്നപ്പോൾ എനിക്കറിയാമായിരുന്നു അവൻ അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. എന്തോ ഞാൻ ആയതിനോട് മാഷാല്ലാ. ചെറുതല്ല കേട്ടാ, അത്യാവശ്യമുണ്ട്. സിമ്പിൾ. പക്ഷേ പിടിച്ചതിന് പിടുത്തം എന്ന് പറയുന്നത് നല്ല ഇതായിരുന്നു. 2 ഹുക്ക് ഉണ്ടായിരുന്നു. അതിലൊരു ഹുക്ക് മാത്രമാണ് ഇവിടെ എത്തിയപ്പോൾ ഉള്ളൂ. കയറി പോയതാ. ആയിരുന്നേ അപ്പോൾ ചേർന്നല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. കൈ നമ്മുടെ നിലം മുതൽ മുട്ടിൻ്റെ ഏകദേശം മേളിലുണ്ട് കേട്ടോ സാധനം. ഓക്കെ, ഫ്രോഗുണ്ടോ? ഫ്രോഗിയുടെ ഫ്രോഗാണ്. സെറ്റ്. സെറ്റ്. ഓക്കെ, അടിപൻ ചെയർ.
അടിപൻ ചേറാട്ടോ.